ഹലോ, വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആ ഒരു മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ്. And group number 2, time to go. And group number 3, spiritual adventure ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെന്റിൽനെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കേൾക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിത് റെസനേറ്റഡ് ആയിരിക്കും. സോ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, നിങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഉത്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. യൂറിയൽ ഗോൾഡ്, പാഷൻ, എപ്പിഫാനി, ഓൺട്രപ്രന്യൂർ, ഡ്രിവൺ. ഓക്കെ, ഇത് ആർക്കേഞ്ചൽ യൂറിയൽ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പാഷനിലേക്കൊക്കെ നിങ്ങൾ കടക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, ഒരു ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ കടക്കേണ്ട സമയമാണ്. അത് നിങ്ങളുടെ തോട്ട്സ് ആണെങ്കിലും ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാ രീതിയിലും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതായിട്ടുള്ള ഒരു സമയം. എന്നാൽ നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സോള് നിങ്ങളെ പുഷ് ചെയ്യാണ് ആ ഒരു ബോർഡർ ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുക എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. നമുക്കിവിടെ കളർ വന്നിരിക്കുന്നത് ഗോൾഡൻ ആണ്. അത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം ഒക്കെ റൺ ചെയ്യുന്ന വ്യക്തികളുടെ, അതായത് ഒരു ബിസിനസ് പേഴ്സന്റെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഓറ കളർ വളരെ സ്ട്രോങ് ആയിരിക്കും, ഗോൾഡൻ ആയിരിക്കും. ഈ ഒരു ഗോൾഡ് കളർ ക്രിയേറ്റിവിറ്റിയെ കാണിക്കുന്നു, പുതിയ പുതിയ ഐഡിയാസിനെ കാണിക്കുന്നു, ഇൻഡിപെൻഡൻസിനെ കാണിക്കുന്നു, ഫിയർലെസ്നെസ്സിനെ കാണിക്കുന്നു. സോ ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം വേണ്ടത്. നിങ്ങൾ വളരെ ഡ്രിവൺ ആയിട്ട് ഇരിക്കേണ്ട വ്യക്തികളാണ് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളത് ജേർണൽ ഔട്ട് ചെയ്യുക. നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയം അൾട്ടിമേറ്റ്ലി വന്നിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സും കൂടെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് എടുക്കാം. ടവർ മൊമെന്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, judgment, okay, hanged. ഇവിടെ രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് കിഴക്ക് വശത്തുനിന്ന് ഇങ്ങനെ നിഴലടിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാർഡ്സ് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അതിന് ഒരു ടവർ മൊമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് ചാലഞ്ച് കൊണ്ടുതരും. അതായത് ഒരു പ്രഷറിൽ നിങ്ങളെ ആക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റക്ക് പൊസിഷനിൽ തന്നെ ഉള്ളത്, പക്ഷേ സ്റ്റിൽ യു ആർ സേഫ്. നിങ്ങളിപ്പോൾ സ്റ്റക്ക് ആണെന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ സേഫ് തന്നെയാണ്. എന്നാൽ ആ ഒരു സേഫ്റ്റി സോണിനെ നിങ്ങൾ ഒരു തകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഞാൻ മാറുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു ഹാർഡ് വേയിൽ കൂടെ കൊണ്ടുപോകും. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡെസിഷൻ എടുക്കുക, ഞാൻ ഈ കംഫർട്ടിൽ നിന്ന് വിട്ടിട്ട് എൻ്റെതായിട്ടുള്ള സോൾ പർപ്പസുകളിലേക്ക് നീങ്ങാൻ, എൻ്റെ പാഷൻസിലേക്ക്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ഞാൻ എന്നെ തന്നെ സ്വയം ഫോഴ്സ് ചെയ്യും. ആ ഒരു ഡ്രൈവ് കൊടുക്കുക, സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കിപ്പോൾ ലക്ക് ഭയങ്കരമായി ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ് എന്നാണ്. പുതിയ പുതിയ ഡോറുകൾ തുറക്കപ്പെടുകയാണ്.
ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ, ഫ്രണ്ട്ഷിപ്പിൽ, കരിയറിൽ എസ്പെഷ്യലി ഇതിലെല്ലാം നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇങ്ങനെ തുറന്നു വന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരുപാട് ഡോഴ്സ് ഓപ്പൺ ആണ്. ഇതെല്ലാം നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഡോറുകളാണ്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന, അതായത് നിങ്ങളുടെ പാഷൻ എന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷെ അവിടെ സർട്ടൻ എമൗണ്ട് ഓഫ് വൾണറബിലിറ്റി ആവശ്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അലൗ ചെയ്യേണ്ട ആവശ്യമുണ്ട് പുതിയ പുതിയ എക്സ്പീരിയൻസസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫുഗീവ്നെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പാസ്റ്റിൽ നിങ്ങളോട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾ തന്നെ സ്വയം റോങ് ഡിസിഷൻസ് എടുത്തിട്ട് ഫെയിലിയർ ഉണ്ടാക്കിയാലും ഒക്കെ തന്നെ അത് ഒന്ന് ഫൊഗീവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. കാര്യം പാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓവർ. അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളത് പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾ ആദ്യം ഒരു ഡിറ്റർമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. ഐ വിൽ ഫൊഗീവ് എവ്രി വൺ എന്നുള്ളത്, ആ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ, നിരന്തരമായിട്ടുള്ള എഫേർട്ടിലൂടെ നിങ്ങൾക്കത് തീർച്ചയായിട്ടും കാണിക്കും എന്നുള്ളതാണ്. ഒരുപാട് കമ്മ്യൂണിറ്റീസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം യൂണിവേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മാറാനുള്ള സമയം. നമുക്ക് ഈ ഒരു കാർഡിന് ഇവിടെ നാച്ചുറൽ ഹൈലൈറ്റ്സ് വന്നിരിക്കുകയാണ്. യെസ്, സോ ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഗോൾഡ് കളറിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഒരു ഗോൾഡിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കളേഴ്സ് ആണ് റെഡ് ആൻഡ് ഗ്രീൻ. അതായത് നിങ്ങളുടെ റൂട്ട് ചക്ര ആൻഡ് ഹാർട്ട് ചക്ര ഇപ്പോൾ ബാലൻസ് ചെയ്യുക. അത് വഴി നിങ്ങൾക്ക് ഒരു റൂട്ടിംഗ് ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഡ്രൈവ് ഉണ്ടാകും. നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഫോഴ്സ് ലഭിക്കും എന്നുള്ളതാണ്. സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ കരിയറോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടോക്സിക് ആണ്, നിങ്ങൾക്കത് സഫോക്കേറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകണം, ഇൻഡിപെൻഡൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിപ്പോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ യെസ്, ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ്. ഇത് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. കാരണം നമ്മളിതൊരു ഗ്രൂപ്പ് ഓഫ് എനർജീസ് ഉണ്ടാവും ഇതിൽ. ആ എനർജീസിനെ കുറിച്ചാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു റീഡിങ്ങിലാണ് 100% നിങ്ങളുടേത് എന്ന് പറയാവുന്ന ഒരു റീഡിംഗ് ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇതൊരു 70-75% ഒക്കെ തന്നെ റെസനേറ്റഡ് ആവുന്നതാണ് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ, ഒരു മൈൻഡ് മാസ്റ്ററി ലെസൺ ആണ് ആവശ്യം, ഒരു സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസ് ഒക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 ടൈം ടു ഗോ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് യൂണിവേഴ്സ് തരുന്നത് നമുക്ക് നോക്കാം. Focus on your health, wellness, active, radiant, nourishment. Okay, ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നുണ്ട്. ഒരു സെലിബ്രേഷനോട് കൂടി ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പം അതിനു വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കും. നേച്ചറുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മെന്റൽ ഓർ ഫിസിക്കൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റുന്ന സമയമാണ്, ഹീൽ ആകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രോപ്പർ ഡയറ്റ് പ്ലാനിലേക്കൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത്.
കാരണം നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അപ്പിയറൻസിന് വേണ്ടിയോ ബ്യൂട്ടി എന്നുള്ളതിന് ഉപരിയായിട്ട്, അത് വേണ്ട എന്നല്ല, അതിനുപരിയായിട്ട് നിങ്ങളുടെ സോളിനെ ക്യാരി ചെയ്യുന്ന വെഹിക്കിളാണ്. ഈ ഒരു ബോഡി നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന്റെ പേർപ്പസുകൾ എങ്ങനെയാണ് ഈ ഒരു ലൈഫ് ടൈമിൽ എഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ടാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് എപ്പോഴും നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹെൽത്തിന് കൊടുക്കണം എന്ന് പറയുന്നത്. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും അധികം കടമയുള്ളത്, നിങ്ങളുടെ കർത്തവ്യമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോടാണ്, നിങ്ങളുടെ ആത്മാവിനോടാണ് എന്നുള്ളതാണ്. കാരണം ഈ ആത്മാവ് എത്ര ജേർണിയിൽ കടന്നു പോയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങളത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ഉള്ള രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ തന്നെ സംരക്ഷിക്കാതെ നമ്മളുടെ ഹെൽത്തിനെ ഡിറ്ററേറ്റ് ചെയ്യാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ പല സോൾ പർപ്പസുകളും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും റീഇൻകാർണേഷൻസ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ് സോളിന് വരുന്നത്. സോ അപ്പൊ നമ്മൾ എന്തിന് ഈ ഒരു ജന്മം എടുത്തു എന്നുള്ള ഒരു ലക്ഷ്യബോധം അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അറിയണമെന്നില്ല, നിങ്ങൾക്ക് ആ ഒരു ബോധവൽക്കരണം ഉണ്ടാവണമെന്നില്ല. ഡെഫിനറ്റ്ലി നമ്മൾക്ക് എല്ലാ സമയത്തും നമ്മുടെ സോൾ പർപ്പസുകൾ കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ സാധിക്കില്ല. അതായത് സമയത്ത് നമ്മളിലേക്ക് മുൻപിലേക്ക് റിവീൽ ചെയ്യപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഉള്ളിൽ ഒരു റെസ്പോൺസിബിലിറ്റി സ്വയം ഉണ്ടാവുക. അതായത് ഞാൻ ഇങ്ങനെ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എൻ്റെ ബോഡി ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ പ്രാഥമികമായ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കാർഡ് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇത് നിങ്ങൾക്ക് ഒരു മൈഗ്രേഷൻ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് മെജോറിറ്റി ആൾക്കാർക്കും. അതുപോലെ നിങ്ങൾക്കൊരു മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം കൂടുതൽ നിങ്ങളെ ബ്യൂട്ടിഫുൾ ആക്കുന്ന അപ്പിയറൻസ് വൈസിലും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഭയങ്കരമായ ഒരു സന്തോഷം, ഒരു മനസ്സിൽ സന്തോഷം അലയടിക്കുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്ത് നിങ്ങളിൽ ആരുടെയാണ് മാരേജ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അതെനിക്ക് അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. എനിക്ക് അവരുടെ പർട്ടിക്കുലർ എനർജി ഇവിടെ എനിക്ക് വരുന്നുണ്ട്. സ്പെഷ്യലി ഇത് സ്റ്റേറ്റ്സിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി വൈബ് ഇവിടെ വളരെ ഹൈ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസും കൂടി നോക്കാം. ഓക്കെ, യെസ്, ഗ്രൂപ്പ് നമ്പർ 2. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ്, നിങ്ങൾ ഈ സമയം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 വീൽ ഓഫ് ഫോർച്യൂൺ. ഇതെന്താണെന്ന് അറിയില്ല. ഇന്ന് ഷോർട്സ് എടുത്ത സമയത്തും അതുപോലെ തന്നെ നമ്മളുടെ റീഡിങ്ങിലൊക്കെ വീൽ ഓഫ് ഫോർച്യൂൺ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സോ വിച്ച് മീൻസ് ലക്ക് നിങ്ങളെ കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ അത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കും ഉണ്ട്. വാവ്, 6 of Wands, 5 of Cups, Queen of Cups, bottom energy വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു നഷ്ടം ഇമോഷണലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആണ്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ കാലചക്രം നമുക്ക് ഫേവറിൽ കറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, മേക്ക് യൂസ് ഓഫ് ദ സിറ്റുവേഷൻ, മാക്സിമം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സാഹചര്യം ഇനി നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, നിങ്ങൾ ഈ സമയം അങ്ങ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ സമയം മിസ്സായി പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക.
ഇവിടെ 6 of Wands വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ബ്രൈഡ് ഗ്രൂം അത് തന്നെയാണ് കാണിക്കുന്നത്. സോ ഇവിടെ ഒരു മാരേജ് എനിക്ക് വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റിവാർഡും റെക്കഗ്നീഷനും മറ്റുള്ള വ്യക്തികൾക്ക് അതും വരുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ നിങ്ങൾക്കൊരു റിവാർഡ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളൊരു പെർഫോമർ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേജിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ആക്ട്രസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു റിവാർഡ് വരുന്നൊരു സമയമാണ്. വളരെ റിവാർഡിങ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പിരിച്വൽ വിസ്ഡം ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ നോളജ് എല്ലാ വ്യക്തികൾക്കും ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. അത് നിങ്ങളുടെ അവബോധം കൂട്ടാനായിട്ട് അത് സഹായിക്കും. നിങ്ങളെ കുറച്ചൊന്ന് റൂട്ടഡ് ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അതായത് എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ ഞാൻ നെഗറ്റീവ് ആൾക്കാരെ തിരിച്ചറിയാം, പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയാം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു സേഫ് സോൺ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുത്ത് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു ബേസിക് സ്പിരിച്വൽ നോളജ് ഒക്കെ തന്നെ എല്ലാ വ്യക്തികൾക്കും ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ്. ആൻഡ് എസ്പെഷ്യലി ഇത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്കൊരു ജോബ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈവൻ ഒരു ഡിവോഴ്സിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ അധികമായി റെസണേറ്റ് ചെയ്യുന്നതാണ്. നോക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം, ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ്, ഒരു മൈൻഡ് മാസ്റ്ററി ലെസൺ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ഗൈഡൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിലുള്ളത് മെന്റലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ളപ്പോഴാണ് നമ്മളൊരു സൈക്കോളജിക്കൽ സെഷൻ എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. എന്നാൽ നമ്മൾക്ക് ജീവിതത്തിന്റെ യാത്രയിൽ പല സമയത്തും നമുക്ക് ഗൈഡൻസ് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ ഒരു ഗൈഡൻസിന് പലപ്പോഴും നിങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സ് ഇവരെയൊക്കെ ആയിരിക്കും. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താ വേണ്ട എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. ഇവരുടെ കണ്ണിലൂടെ നോക്കുന്ന ഒരു നിങ്ങളെയാണ് ഇവർ എപ്പോഴും മനസ്സിൽ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുക. എസ്പെഷ്യലി പാരൻസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് വാട്ട്സ് ബെസ്റ്റ് കൊടുക്കാം എന്നുള്ളത്, ആ ബെസ്റ്റിനായിരിക്കും അവരെപ്പോഴും ഫോക്കസ് കൊടുക്കുക. അപ്പൊ അവർ അതനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും നിങ്ങളോട് പറയാം. ഞാൻ എല്ലാവരെ പറ്റിയും അല്ല, മെജോറിറ്റി ഉള്ള കാര്യമാണ് പറയുന്നത്. ഇതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ്സും ഇല്ലാതെ അഡ്വൈസസ് കൊടുക്കാൻ പറ്റുന്ന പാരൻസും പാർട്ട്നേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. എന്നിരുന്നാലും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും അവരെന്താണോ സമൂഹത്തിൽ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിനെക്കുറിച്ചായിരിക്കും പറയാ. അത് നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കണമെന്നില്ല. ഈവൻ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും അവർക്കും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഓൾറെഡി അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിരിക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും അവർ വളർന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് ബേസ് ചെയ്തിട്ടൊക്കെയാണ് അവരും നിങ്ങൾക്ക് അഡ്വൈസസ് തരിക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് നെഗറ്റീവ് ഇമോഷൻസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അത് മുതലെടുക്കും. ഈവൻ നിങ്ങൾ അറിയില്ല എങ്കിൽ കൂടി, അതായത് നിങ്ങളോടൊരു അസൂയ, ജലസി, ദേഷ്യം, ഗ്രഡ്ജ് ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഒപ്പീനിയൻ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ്. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ആണ് ഡിസിഷൻ. എന്നിരുന്നാൽ പോലും ഈ ഒപ്പീനിയൻസ് എല്ലാം നിങ്ങളിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിൽ മാനിപ്പുലേറ്റഡ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഗൈഡൻസ് എടുക്കാനുള്ളതിന് നിങ്ങൾ എക്സ്പേർട്സിനെ ആശ്രയിക്കുക, സൈക്കോളജിക്കലി കൺസൾട്ടിങ്സ് എടുക്കുക. അതുപോലെ
നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ റീഡ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഗൈഡൻസിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഒക്കേർഡ് സയൻസിന്റെ ഒരു റെലവൻസ് അവിടെ വരുന്നത്. ഇപ്പം അസ്ട്രോളജിക്കലി നമ്മളൊരു ഗൈഡൻസ് എടുക്കുമ്പോഴും അതിന് നിങ്ങളുടെ ഒരു മൈൻഡ് മാപ്പാണ് ഈ നിങ്ങളുടെ ബർത്ത് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏത് സമയം ഏതിലൊക്കെ കൂടി കടന്നു പോവാം, ഏതൊക്കെ ചിന്തകളാൽ നിങ്ങൾ, അതായത് തോട്ട്സ് ആണ് നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവന്റെ മനസ്സിലുണ്ടാവുന്ന തോട്ട്സ് എന്താണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു ടാരറ്റിലും ആസ്ട്രോളജിയിലും ഒക്കെ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മൈൻഡ് ആൻഡ് സോൾ തോട്ട്സിനെ കുറിച്ചിട്ടാണ്. അവിടെ നിന്നാണ് നിങ്ങളുടെ സോൾ പർപ്പസുകളെ കുറിച്ചും ഒക്കെ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഗൈഡൻസ് എടുക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും മുൻപോട്ട് പോകാൻ വളരെ നല്ലതാണ്. റോങ് ആയിട്ടുള്ള ഗൈഡൻസുകൾ എടുക്കാതിരിക്കുക. നിങ്ങളൊരു ഗൈഡൻസ് എടുത്തിട്ടില്ല, സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദാറ്റ്സ് ബെസ്റ്റ് തിങ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ സിറ്റുവേഷൻസ് നമുക്ക് പ്രഷർ ഉണ്ടാക്കി തരുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള ഒരു കൺഫ്യൂഷനും ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ വരുമ്പോൾ ഒരു ഗൈഡൻസ് ആവശ്യമായിട്ട് വരും. ആ ഒരു സമയം നിങ്ങൾ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും എടുക്കുക ഗൈഡൻസ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ആൻസർ എന്താണ്, ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ആക്യുറസി, എക്സ്പ്രഷൻ, ഇന്റിമസി, ഓണസ്റ്റി. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നമ്പർ 18 ആണ്. നമ്പർ 9 ഇസ് നമ്പർ ഓഫ് ലക്ക്. സോ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെൽഫ് എക്സ്പ്രഷനിലൂടെ നിങ്ങൾക്ക് ലക്ക് ഫേവറബിൾ ആക്കി എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതിന് നിങ്ങളുടെ ഒത്തന്റിക് സെൽഫ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു ഭയമില്ലാതെ എക്സ്പ്രസ് ചെയ്യാം. മനസ്സിൽ നിങ്ങളൊരു ഐഡിയ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഐഡിയ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നോർത്ത് അത് പറയാതിരിക്കരുത്. എക്സ്പ്രസ് ഇറ്റ്. എല്ലാ വ്യക്തികൾക്കും ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ്. മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറ്റർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സിനും മാറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും മാറ്റർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും നിങ്ങളുടെ ഹോം അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അങ്ങനെയാണ്. നിങ്ങളുടെ ഹോം അറ്റ്മോസ്ഫിയറിലും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് അതങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല, അത് കുറച്ച് ടോക്സിക് എൻവയൺമെന്റ് തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകും അതല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാകും എന്നൊക്കെ വിചാരിച്ച് മിണ്ടാതിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എല്ലാവർക്കും everyone has a right of expression. അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അവരുടെ പ്രോബ്ലമാണ്. ലെറ്റ് ദം ഡീൽ വിത്ത് ദാറ്റ് ഇഷ്യൂ. അത് നിങ്ങളുടെ തലയിൽ ഏറ്റു വെക്കേണ്ട കാര്യമില്ല. വളരെ സത്യസന്ധമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ട്രൂ ഇമോഷൻസ്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ പറയുന്നത് കൊണ്ട് അതിൻ്റെ ഇൻറ്റൻഷൻ വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കും. എപ്പോഴും ഇൻറ്റൻഷൻ മാറ്റേഴ്സ്. നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കാര്യം, മറ്റുള്ളവർക്ക് അത് നല്ലതാവാം ചീത്തയാവാം, അത് ആപേക്ഷികമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്നത്, ഈ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അതെങ്ങനെ കൃത്യമായി നമുക്ക് നല്ലതെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ശരീരത്തിനെയോ മനസ്സിനെയോ മറ്റുള്ളവരുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ആത്മാവിനെയോ ഒന്നും വിഷമിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ നല്ലതാണ്. നമ്മൾ കർമ്മ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് എപ്പോഴും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ സോളിനോട് ചോദിക്കുക, ഞാൻ ഈ ചെയ്യുന്ന കാര്യം കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഏത് വ്യക്തികൾ പറഞ്ഞാലും ഏത് രീതിയിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞാലും അത് ശരി തന്നെയാണ്. അപ്പൊ അത് നിങ്ങളുടേതായ നിങ്ങളുടേതായ ക്രിയേറ്റീവ് ഐഡിയാസ് വർക്ക് പ്ലേസിൽ ഒക്കെ, ഇത് ഗ്രൂപ്പായിട്ട് ഫ്രണ്ട് സർക്കിളിൽ
ഒക്കെ ഇരിക്കുന്ന സമയത്ത് ടീം വർക്ക്സിലൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കോൺഫിഡൻസ് എടുത്തത് പറയുക. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും പ്രോപ്പർ ആക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഒരുപാട് പറയുകയല്ല വേണ്ടത്, ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണ് വേണ്ടത്. അത് ഒരു വ്യക്തിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ആൻഡ് നിങ്ങൾക്ക് വന്നിട്ടുള്ള മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് സ്പിരിച്വൽ അഡ്വഞ്ചർ ആണ്, ഒരു ട്രാവൽ, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇൻസ്പിറേഷൻ ഒക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത്, പുതിയ പുതിയ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്, ഇതെല്ലാം നിങ്ങളുടെ സോൾ ആവശ്യപ്പെടുന്നത് പ്രകാരമാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ ഒന്നിനും വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ട്രാവൽ ചെയ്യേണ്ടവർക്കൊക്കെ അത് പോസിബിൾ ആകുന്ന ഒരു സമയമാണ്. ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക്, അതുപോലെ എക്സാംസിനൊക്കെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക്, അതിനൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട്, ഒരു റിവാർഡിംഗ് ആയിട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്താണ് വളരെയധികം ആഗ്രഹിച്ച് ഫോക്കസ് കൊടുക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ ഓപ്പൺ ആയി വരുന്ന ഒരു സമയമാണ്. ഓക്കെ, കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ്? Okay. The devil, the magician, okay. Page of Cups and 7 of Swords. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, അതായത് തള്ളി തള്ളി വെക്കുകയാണ്, നാളെ ചെയ്യാം, ഇന്ന് വേണ്ട, മറ്റന്നാൾ ചെയ്യാം, അടുത്ത മാസം ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹമുള്ളത്, ഇഷ്ടമുള്ളത്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, അത് നിങ്ങൾ തള്ളി വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. മറിച്ച് നിങ്ങളുടെ ഒരു ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം. കാരണം നിങ്ങളുടെ സോൾ ഇപ്പോൾ പ്രിപ്പയർഡ് ആണ്, നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കുന്ന സമയത്ത് സോളിന്റെ എനർജി ഇപ്പോഴും ആ ഒരു കാര്യത്തിലാണ് ഉള്ളത്. അപ്പൊ അത് സോള് ഡേ ഡ്രീം ചെയ്യുന്നുണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സബ്ജക്റ്റ് പഠിക്കണമെന്നാണെങ്കിലും, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെന്നാണെങ്കിലും, നിങ്ങളുടെ പുതിയൊരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്നുള്ളതാണെങ്കിലും, എന്തുമാകാം, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ സോള് ഡേ ഡ്രീമിങ്ങും പ്ലാനിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കറന്റ്ലി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ആക്ഷൻസിന് നിങ്ങൾക്കൊരു ഫോക്കസ് കുറയ്ക്കുന്നുണ്ട്. അതായത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഓക്കെ, അത് പിന്നെ ചെയ്യാം. ഇപ്പൊ ചെയ്യാനുള്ളത് നോർമൽ ആയിട്ടുള്ള റുട്ടീൻ ലൈഫ് തന്നെയല്ലേ ഉള്ളത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാറ്റി വെക്കണം എന്നുള്ള കാര്യത്തിലാണ് സോൾ എനർജി ഉണ്ടാവുന്നത്, ഇപ്പൊ നിൽക്കുന്നത്. സോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രസന്റിൽ ചെയ്യുന്ന ആക്ഷൻസിലെല്ലാം നിങ്ങളുടെ ഫോക്കസ് വളരെ കമ്മിയാണ്. ഓക്കെ, അപ്പൊ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. എന്താണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. കാര്യം മനസ്സ് എവിടെയാണോ നിൽക്കുന്നത് ആ മനസ്സിനെ, സോളിനെയൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു കാര്യം തന്നെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ സോളിന് ആവശ്യം, നിങ്ങൾ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടോ അതാണ് ആവശ്യം, മാറ്റി വെച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ 7 of Swords എന്ന് പറയുന്നത് ഒരു സ്നീക്ക് ഔട്ട് ആണ്. നിങ്ങൾക്ക് ഈ മാറ്റി വെച്ചതിന്റെ ഒക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല, ഇതിനൊരു പെർമിഷൻ ലഭിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല. പെർമിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യു ഡോണ്ട് നീഡ് എ പെർമിഷൻ ഫ്രം എനിവൺ. കാര്യം നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. എന്നിരുന്നാലും ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേരൻസിന്റെ ഒരു തണല് നിൽക്കുന്ന സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. സ്പെഷ്യലി നിങ്ങൾ 18 വയസ്സിലൊക്കെ താഴെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ പേരൻസ് ഒരു സേഫ് ബൗണ്ടറി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടാവാം. അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്നാൽ പേരൻസ് അംഗീകരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒളിച്ചു ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
ഇനി നിങ്ങൾ മുതിർന്ന വ്യക്തിയാണെങ്കിൽ പോലും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് കുടുംബത്തിൽ തന്നെ ഉള്ളവരുടെയൊക്കെ അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് പറയാതെ ചെയ്യുന്നത് കറക്റ്റാണ്, കുഴപ്പമില്ല. പക്ഷെ അവരിൽ നിന്ന് ഒളിച്ചു വെച്ച് നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു എനർജിയാണ്. അപ്പം ഒരു ഭയം ഉള്ളിൽ ഉണ്ട്. ഈ ഒരു ഡെവിൾ എനർജി അതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭയം, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യേണ്ട എന്തോ ഒരു ആവശ്യം, എന്തോ ഒരു പ്രഷറൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു പ്രഷറും ഇല്ല. അതൊക്കെ നിങ്ങൾ വളരെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് വയ്ക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചിലപ്പോൾ വളർന്ന സാഹചര്യത്തിൽ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക പേരൻസ് ഒക്കെ, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ ഈ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളത് വെച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതൊന്നും അല്ല അർത്ഥം. നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ധാർമ്മികമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരൊക്കെ തന്നെ നല്ലത് പറഞ്ഞോളൂ. ഇനി നിങ്ങളെ മോശം പറയാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ കണ്ണിൽ നിങ്ങൾ നല്ലതാവില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യവും അവിടെ ഇല്ല. നിങ്ങൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പുറകെ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി തന്നെയാണുള്ളത്. അത് കണ്ടിന്യൂ ചെയ്യുക, നിർത്തരുത്. അത് ഒളിച്ച് ചെയ്യേണ്ട ആവശ്യവുമല്ല. എന്നാൽ നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്താനും ചെയ്യേണ്ട ആവശ്യമല്ല. നിങ്ങളത് ചെയ്യുക. ബോധ്യപ്പെടുന്നവർ ബോധ്യപ്പെടട്ടെ, കാണുന്നവർ കാണട്ടെ, കാണാത്തവർ കാണണ്ട. ഈ ജേർണി നിങ്ങളുടേതാണ്. ഈ ലൈഫ് ജേർണി നിങ്ങളുടേത് മാത്രമാണ്. അത് നിങ്ങൾ ബെനിഫിഷ്യൽ ആക്കുക, നിങ്ങളുടെ സോളിന് വേണ്ടത് കൊടുക്കുക. ഇതൊക്കെ തന്നെ മതി ഈ ഒരു ജേർണി നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെസ്സേജ്. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺ, സ്പിരിച്വൽ ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ അപ്പോയിൻമെന്റ്സ് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടാരറ്റ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. ഒരുപാട് ബാച്ചസ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.